കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഏത് ഡേറ്റ് മുതലാണ് ഭാര്യയ്ക്ക് ലഭിക്കുവാനായിട്ടുള്ള അവകാശമുള്ളത് എന്നുള്ള പോയിന്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോടതി വിധി ആദ്യം പറയാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. വിധി ഇങ്ങനെയാണ്: മെയിൻ്റനൻസ് ഇൻ ഓൾ കേസസ് ടു ബി അവാർഡഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്നാണോ മെയിൻ്റനൻസ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്, ആ തീയതി മുതലാണ് എന്ത് വേണ്ടത്, നമുക്ക് മെയിൻ്റനൻസിനുള്ള തുക ഭർത്താവ് തരേണ്ടത്. അല്ലാണ്ട് കോടതി വിധി വന്ന ഡേറ്റ് അല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ഇത് 2021 വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ്. ആ വിധിയിൽ പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് താഴെയുള്ള കോടതികൾ മുഴുവനും പ്രവർത്തിക്കുന്നത് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, ഡേറ്റ് ഓഫ് ഫയലിംഗ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൈക്കോടതിയിലൊരു വിധി ഇങ്ങനെയാണ്. ഇപ്പോൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഡേറ്റ് ഓഫ് ഫയലിംഗ് മുതൽ നമ്മൾ കൊടുക്കുന്നു. ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് നമ്മൾ അപ്പീൽ പോവുകയാണ് എന്ന് വിചാരിക്കാം, കുടുംബ കോടതിയുടെ ഉത്തരവിൽ. അങ്ങനെ അപ്പീൽ പോയിട്ട് ആ പൈസയിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം, പൈസ കൂടാം അല്ലെങ്കിൽ പൈസ കുറയാം, അങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസം വരികയാണെങ്കിൽ ആ ഓർഡർ എന്നാണോ ഇട്ടേക്കുന്നത്, ആ ഓർഡർ മുതലാണ് പുതിയ പൈസ കൊടുക്കേണ്ടത് എന്നും പറയുന്നു. അപ്പോൾ ഓർഡർ ഇട്ട ഡേറ്റ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്ത ഡേറ്റ് മുതൽ ഓർഡർ ഇട്ട ഡേറ്റ് വരെ പഴയ പൈസ കൊടുക്കുക, ഓർഡർ ഇട്ട ഡേറ്റ് മുതൽ പുതിയ പൈസ കൊടുക്കുക എന്നാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ രണ്ടാമത്തെ ഒരു ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുക. ക്ലിയർ? സോ ഒരു ഇൻഫോർമേഷൻ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.